ഹലോ എവരി വൺ, വെൽക്കം ടു എച്ച് പോഡ്. എല്ലാവർക്കും മക്കളെ എച്ച് പോഡിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ മറ്റൊരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ചാപ്റ്റർ 49, 15 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെന്നാണ് ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കുക. ഈ ഒരു ചാപ്റ്റേഴ്സാണ് എന്ത് ചോദിക്കുക? ക്രോണോളജിക്കൽ ഓർഡേഴ്സ് ചോദിക്കുക. ആ ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിർബന്ധമായിട്ടും അത് കാണണം, നിർബന്ധമായിട്ടും കാണണം. ശ്രദ്ധിക്കണം, ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? അത് കാണണം. മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യും, ഇത് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ, ഇത് മാത്രം പഠിച്ചാൽ മതിയോ സാറേ, ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിന് പുറമെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കുന്നുണ്ട്. ഇതെന്താണ്? ഓരോ ചാപ്റ്ററിനും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിന് പുറമെ വേറെയും ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇതെന്താണ്? ഏറ്റവും കൂടുതൽ തവണ ഓരോ ചാപ്റ്ററിനും എക്സാമിന് ചോദിച്ചാൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇത് മാത്രം പഠിച്ചാൽ പോരാ, ലൈവ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം പഠിക്കണം. അതിന് പുറമെ ക്രോണോളജിക്കൽ ഓർഡർ ഈ ചാപ്റ്റേഴ്സ് ആണ് ചോദിക്കുക. നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, വീഡിയോ നിർബന്ധമായിട്ടും കാണും കേട്ടോ. സോ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് തവണ ഈ ഒരു ചാപ്റ്റർ 2 മാർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? സങ്കേതം. എന്താണ് സങ്കേതം എന്ന് പറഞ്ഞാൽ? എന്താണ് സങ്കേതം? വാസ് എ ഓട്ടോണമസ് ടെറിട്ടറി കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ വില്ലേജസ് ഓർഗനൈസ്ഡ് അറൗണ്ട് എ ബ്രാഹ്മണിക് ടെമ്പിൾ. ഒരു ടെമ്പിളിന് ചുറ്റുമായിട്ട് ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സങ്കേതം. ഒരു ടെമ്പിളും അതിന് ചുറ്റുമായിട്ട് ഒരുപാട് ഗ്രാമങ്ങളും ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സങ്കേതം എന്ന് പറയുന്നു. ശ്രദ്ധിക്കണേ, ഈ സങ്കേതങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് എന്താണ്? എസ്റ്റാബ്ലിഷ് ബൈ ബ്രാഹ്മണാസ് സ്ഥാപിച്ചതും. രണ്ടാമത്തെ എന്താ? എസ്റ്റാബ്ലിഷ് ബൈ റൂളേഴ്സ്, രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ സ്ഥാപിച്ചതും. ശ്രദ്ധിക്കട്ടോ, ഈ സങ്കേതം എന്ത് ചെയ്യുന്നു? ഭരിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ബ്രാഹ്മണന്മാരുടെ ഒരു സംഘം ഉണ്ടാവും. ആ സംഘത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? യോഗം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, എന്താടാ? യോഗം എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? സങ്കേതം ചോദിച്ചാൽ അതിലേക്ക് ആഡ് ചെയ്യണം. അടുത്തെന്താടാ? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ സംഘം സൊസൈറ്റി. സംഘം സൊസൈറ്റിയെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ അത് എന്തൊക്കെ ആഡ് ചെയ്യണം? അന്നത്തെ കാലത്ത് ആളുകളുടെ ജോലി അല്ലേ, സംഘം സൊസൈറ്റിയിലുള്ള ആളുകളുടെ ജോലി എന്തൊക്കെയാണ്? ജോലി ഫുഡ് ഗാദറിംഗ് ഉണ്ട് അല്ലേ, ഭക്ഷണ ശേഖരണം ഉണ്ട്, ഹണ്ടിങ് ഉണ്ട് അല്ലേ, വേട്ടയാടലുണ്ട്, കാറ്റിൽ റിയറിങ് കന്നുകാലി വളർത്തലുണ്ട്, അഗ്രികൾച്ചർ കൃഷിയുണ്ട്, അതേപോലെ തന്നെ പോട്ടറി മേക്കിംഗ് മൺപാത്ര നിർമ്മാണം ഉണ്ട്, മെറ്റൽ സ്മെൽറ്റിംഗ് ലോഹ നിർമ്മാണം ഉണ്ട്, സോൾട്ട് മേക്കിംഗ് ആൻഡ് ഫിഷിംഗ് അല്ലേ, ഉപ്പ് നിർമ്മിക്കലും അതേപോലെ മീൻ പിടുത്തമൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്? അന്നത്തെ കാലത്ത് ആളുകളുടെ ജോലിയാണ്. അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യണം? സംഘ സൊസൈറ്റിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ അതിൽ ആദ്യം എന്ത് ചെയ്യണം? അതിലെ ആളുകളുടെ ജോലിയെ കുറിച്ച് എഴുതണം. തീർന്നിട്ടില്ല. അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നു? ഡിഫറെൻറ്റ് എന്താണ്? എക്കോ സോൺസിലെ വിവിധ മേഖലകളിലായിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. പിന്നെ അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ആളുകൾ എന്താണ്? അവർ ഏത് ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്? ഒരു കുടിയാണ്. അതായത് ഇപ്പോൾ കൊല്ലന്മാർ, അതായത് പിന്നെ അല്ലെങ്കിൽ എന്താണ് ആശാരിമാർ അല്ലെ, കൊല്ലപ്പണിക്കാർ അല്ലേ. ഒരാളെന്താണ് മരം കൊണ്ടൊരു ഇതുണ്ടാക്കുന്ന ആളാണ്, അയാൾ ആശാരി എന്ന് പറഞ്ഞൊരു കുടിയാണ്. അല്ലെങ്കിൽ അയാൾ ഇരുമ്പിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആളാണ്, അയാളെന്താണ് കൊല്ലം എന്ന് പറഞ്ഞൊരു കുടിയാണ്. അപ്പോൾ ഓരോ ജോലി ചെയ്യുന്നവരും ഓരോ കുടിയായിട്ട് മാറിയിരുന്നു. ഒരുപാട് കുടികൾ ചേർന്നാണ് എന്ത്? ഊര് എന്നുള്ള കാര്യം. ഇതൊക്കെ എന്തിൻ്റെ ഫീച്ചേഴ്സാണ്? സംഘം സൊസൈറ്റിയുടെ ഫീച്ചേഴ്സാണ്. ഒരുപാട് ഊരുകൾ ചേർന്നാണ് എന്ത്? നാട്. അപ്പം കുടി, ഊര്, നാട് എന്നിങ്ങനെയായിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മെഗാലിസ് ആൻഡ് ബെറിയൽ ഗോഡ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പീപ്പിൾ ബിലീവ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അതായത് അന്നത്തെ കാലത്ത് സംഘ സൊസൈറ്റിയിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരണശേഷമുള്ള ജീവിതത്തിലും അവർ എന്ത് ചെയ്തിരുന്നു? വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മരണശേഷവും ആളുകൾക്ക് എന്താണ്? സാധനങ്ങൾ കിട്ടാനായിട്ടാണ് അവർ നനങ്ങാടി, കുടക്കല്ല്, തൊപ്പിക്കല്ല് പോലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തത്? അവിടെ വെച്ചത് കേട്ടോ. പിന്നെ അതായത് മൃതദേഹം ദഹിപ്പിക്കുക, അല്ലെങ്കിൽ തുറന്നു കാട്ടുക, അല്ലെങ്കിൽ കുയിൽ സംസ്കരിക്കുക, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സെറിമണി അല്ലെങ്കിൽ ക്രിമേഷൻ അല്ലെങ്കിൽ സംസ്കാര രീതികൾ എവിടെ ഉണ്ടായിരുന്നു? സംഘ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് എന്താണ്? കച്ചവടം ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളുമായിട്ടും അല്ലെങ്കിൽ കേരളത്തിനകത്തുമൊക്കെ എന്താണ്? കച്ചവടങ്ങൾ ഉണ്ടായിരുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. ഈ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ചന്തൈ ആൻഡ് അങ്ങാടി. ശ്രദ്ധിക്കണം, എന്താണ്? ചന്തകളും അതേപോലെ അങ്ങാടികളും, ഇത്തരം സ്ഥലങ്ങൾ വെച്ചിട്ടാണ് എന്ത് നടത്തിയിരുന്നത്? കച്ചവടം നടത്തിയിരുന്നത്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. പിന്നെ അന്നത്തെ കാലത്ത് എന്താണ്? കൊള്ളയടിയൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളയടി മാത്രമല്ല, കൊള്ളക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ മെരുക്കാനായിട്ട് എന്താണ്? ശക്തരായിട്ടുള്ള ഭരണാധികാരികളും ഉണ്ടായിരുന്നു. അതായത് കീയര്, വെളിര്, വെന്തര് എന്നൊക്കെ പേരിൽ വ്യത്യസ്ത തരത്തിലുള്ള ഗോത്രങ്ങൾ ഭരിക്കുന്ന ആളുകളും എവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് എന്ത്? സംഘം സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സംഘം സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന എന്താടാ? പതിറ്റുപാട്ടിലും പുറനാന്നൂറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സംഘ സൊസൈറ്റിയെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നു? മനസ്സിലാകുന്നു. അപ്പോൾ എന്താണ്? ഈ സംഘ സൊസൈറ്റിയുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ചേര, ചോള, പാണ്ഡ്യന്മാരുണ്ട്. ഈ ചേര വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം ഏതായിരുന്നു? കരൂരായിരുന്നു. അതേപോലെ തന്നെ മുസിരിയും കരൂരൊക്കെ ആയിരുന്നു ചേരന്മാരുടെ പ്രധാനപ്പെട്ട സ്ഥലം. ഓർത്ത് വെക്കണം, എക്സാം ചോദിക്കാറുണ്ട്. പിന്നെ തിനകളുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ എല്ലാ
തവണയും എക്സാമിന് ഇങ്ങനെ ചോദിച്ച് കാണാണ്ട് ഈ ഒരു ചാപ്റ്ററിന്. അപ്പോൾ തിണകൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. തിണകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്താണ്, എക്കോ സോൺസിൽ അന്നത്തെ കാലത്ത് ആളുകൾ ജീവിച്ചിരുന്ന മേഖലകളെ വിളിച്ചിരുന്ന പേരാണ് എന്ത്, തിണകൾ. 5 തിണകളാണുള്ളത്. ഒന്നാമത്തെ ഏതാടാ, കുറിഞ്ചിയാണ്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ, ഹില്ലി ഫോറസ്റ്റ് റീജിയനിൽ അഥവാ മലയോര മേഖലയാണ്. അവിടെയുള്ള ആളുകൾ ജോലി എന്താ, ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാതറിംഗ് അല്ലെ, വേട്ടയാടലും ഭക്ഷണവുമാണ്. അവിടെ ജീവിച്ചിരുന്ന ആളുകളെ വിളിച്ചിരുന്ന പേരെന്താ, കുറവര്, കണവര്, വേട്ടര് നാട്ടോ. രണ്ടാമത് എന്താണ്, മുല്ലയാണ്. മുല്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, പാസ്റ്ററൽ സോൺ അഥവാ എന്താണ്, ഇടയ മേഖലയാണ്. അവിടെയുള്ള ആളുകളുടെ ജോലി എന്താണ്, കാറ്റിൽ റിയറിംഗ് അഥവാ കന്നുകാലി വളർത്തലാണ്. അവിടെയുള്ള ആളുകൾ ഇടയരും അയരുമാട്ടോ. അടുത്ത പാലൈ എന്ന് പറഞ്ഞാൽ എന്താ, വരണ്ട ഭൂമി ആയതുകൊണ്ട് അവർക്ക് പ്രത്യേക ജോലിയും ചെയ്യാൻ, അതുകൊണ്ട് അവരുടെ ജോലി എന്താ, പ്ലണ്ടറിങ് അഥവാ കൊള്ളയടിക്കലാണ് അല്ലേ. അവിടെയുള്ള ആളുകൾ വിളിക്കുന്ന പേരാണെന്ന് മരവര്, കളവറ്. അടുത്ത മരുതമാണ്. മരുതം എന്ന് പറഞ്ഞാൽ വെറ്റ് പ്ലെയിൻസ് ആണ്, സമതല പ്രദേശങ്ങളാണ്. അവിടെയുള്ള ആളുടെ ജോലി എന്താ, കൃഷിയാണ്. അവിടെയുള്ള ആളുകൾ വിളിക്കുന്ന പേരെന്താ, ഉഴവരും തൊഴുവരും. അടുത്ത നെയ്തലാണ്. നെയ്തലുള്ള ആളുകളെ പിന്നെ അവരുടെ ജോലി എന്താണ്, കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് അവരുടെ ജോലി എന്താ, ഫിഷിംഗ് ആൻഡ് സോൾട്ട് മേക്കിംഗ് ആട്ടോ, മത്സ്യബന്ധനവും ഉപ്പ് നിർമ്മാണമാണ്. പരതര്, മീനവര്, ഇതാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ എക്സാം ചോദിക്കും, വൺവേർഡുകളൊക്കെ ഇന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ എക്കോസോണും അവിടെയുള്ള ആളുടെ ജോലിയും അതിനെ വിളിക്കുന്ന പേരും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കട്ടോ. ഓക്കെ. പിന്നെ അന്ന് ചരക്ക് കൈമാറ്റത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് ചരക്ക് കൈമാറ്റ പ്രത്യേകത? അന്നത്തെ കാലത്ത് വിദേശ രാജ്യങ്ങളും ഇന്ത്യക്ക് അകത്തുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് കേരളത്തിലുള്ള ആളുകൾക്ക് എന്തുണ്ടായിരുന്നു, കച്ചവടം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ, അതായത് അന്ന് കേരളത്തിലെ ആളുകൾ എന്താണ്, പലതരത്തിലുള്ള ഗ്രൂപ്പുകളായിരുന്നു അല്ലെ. സോ ഈ ഗ്രൂപ്പുകൾക്കിടയിലൊക്കെ എന്തുണ്ടായിരുന്നു, കച്ചവടം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, അന്ന് ബാർട്ടർ സിസ്റ്റം, ഇന്നത്തെ പോലെ എന്താണ് പണമോ മറ്റു കാര്യങ്ങളോ അന്നത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നില്ല. ബാർട്ടർ സിസ്റ്റം ആണ് ഉപയോഗിച്ചിരുന്നത്. സോ ഈ ബാർട്ടർ സിസ്റ്റത്തെ അന്നത്തെ കാലത്ത് വിളിച്ചിരുന്ന പേരെന്താ, നൊഡുതൽ. എന്താ വിളിക്കുക, നൊഡുതൽ. അന്നത്തെ കാലത്ത് ഈ ബാർട്ടർ സിസ്റ്റത്തെ വിളിച്ചിരുന്ന പേരെന്താണ്, നൊഡുതൽ എന്നാണ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒന്നാണെന്ത്, കച്ചം. കച്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എക്സാമിന് ചോദിക്കാൻ. എന്താണ് കച്ചം? ദ ലോ എക്സിസ്റ്റഡ് ഇൻ ദ ഏർലി കേരള അല്ലെ. കേരളത്തിന്റെ പുരാതന കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന നിയമവ്യവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്, കച്ചം. അതായത് ഇപ്പോൾ നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നില്ല, അതേപോലെ അന്നത്തെ കാലത്തും കേരളത്തിൽ എന്തുണ്ടായിരുന്നു, നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമത്തെ വിളിക്കുന്ന പേരാണെന്ത്, കച്ചം എന്ന് പറഞ്ഞാൽ. ദ മേജർ കച്ചം പെരുമാൾ പീരീഡ് വാസ് മുഴിക്കുളം കച്ചം. അപ്പോൾ പലതരത്തിലുള്ള കച്ചങ്ങളുണ്ട്. മുഴിക്കുളം കച്ചം, അതേപോലെ തന്നെ എന്താ, ശങ്കരമംഗലത്ത് കച്ചം, കടങ്കാട്ട് കച്ചം, തവരന്നൂർ കച്ചം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കച്ചങ്ങൾ എന്തുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കച്ചം ഏതായിരുന്നു, മുഴിക്കുളം കച്ചമായിരുന്നു. അപ്പോൾ കച്ചം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആളുകൾ പാലിക്കേണ്ട നിയമങ്ങളാണ്. അപ്പോൾ ആരെങ്കിലും ഈ കച്ചം തെറ്റിച്ചാൽ അല്ലെങ്കിൽ നിയമം തെറ്റിച്ചാൽ എന്താ സംഭവിക്കുക, അവരെന്ത് ചെയ്യും, എക്സ്കമ്മ്യൂണിക്കേഷൻ, പുറത്താക്കൽ, അല്ലെങ്കിൽ എന്താണ് എക്സ്പെൽഷൻ ഫ്രം പൊസിഷൻ, സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കൽ, കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടി, സ്വത്ത് കണ്ടുകെട്ടൽ, അതേപോലെ തന്നെ എന്താണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓസ്ട്രാസിസം എന്ന് വെച്ചാൽ എന്താ, ശിക്ഷ നടപ്പാക്കൽ. ഇതൊക്കെ ആര് ചെയ്ത്, കച്ചം ചെയ്തു. അപ്പോൾ കച്ചം എന്ന് പറഞ്ഞാൽ എന്താ, അന്നത്തെ കാലത്ത് നിയമവ്യവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്, കച്ചം. അപ്പോൾ ഇതാണ് 14ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ 15ാമത്തെ ചാപ്റ്ററിൽ കിടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ക്രോണോളജിക്കൽ ഓർഡർ ആണ്. ആ ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എന്താണ് അവൈലബിൾ ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാണണം. ആ ക്രോണോളജിക്കൽ ഓർഡറിന് പുറമെ ഈ ഒരു ചാപ്റ്ററിന് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആരെ കുറിച്ചിട്ടാടാ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാൻ, എന്താടാ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ഒരു കോൺട്രിബ്യൂഷൻ എന്താണ്, അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. ശ്രദ്ധിക്കാൻ, എന്താണ് 1888 എന്ത് ചെയ്യാണ്, അവർണരായിട്ടുള്ള ആളുകൾ, ഈവരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ ആര് നടത്തി, ശ്രീനാരായണ ഗുരു നടത്തി. അത് മാത്രമല്ല, അദ്ദേഹം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ദുരാചാരങ്ങൾ എതിർത്ത ആളുകളായിരുന്നു. ആരൊക്കെയായിരുന്നു, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി പോലെയുള്ള ആചാരങ്ങൾക്കെതിരെ പോരാടി. ഈ persuaded the people to take western education and commercial and industry pursuits. അല്ലെ, എന്താണ് പാശ്ചാത്യ വിദ്യാഭ്യാസവും വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങളും സ്വീകരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു, ജനങ്ങളെ പ്രേരിപ്പിച്ചു. ജനങ്ങളോട് എന്താണ് വിദ്യാഭ്യാസം സ്വീകരിക്കാനൊക്കെ ആര് പറഞ്ഞു, ശ്രീനാരായണ ഗുരു പറഞ്ഞു. അദ്ദേഹത്തിന് പല പ്രധാനപ്പെട്ട ഒരു വാക്കാണെന്ത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഗർഭപാത്രം, ഒരു രൂപം, വ്യത്യാസം ഒന്നുമില്ല, അതായത് എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞ ഒരാളാണ് ആര്, ശ്രീനാരായണ ഗുരു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ എഴുതി. അതിൽ ഏതൊക്കെയാണത്, ആത്മോപദേശ ശതകം, ദൈവ ദശകം, പിന്നെ അതേപോലെ ദർശനമാല, ജീവശതകം, ജാതിമീമാംസ, അനുഗമ ദശകം, ജീവകാരുണ്യ പഞ്ചാംഗം, നവമഞ്ജരി, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു ഗ്രന്ഥരചയിതാവാണ് ശ്രീനാരായണ ഗുരു. എന്നൊക്കെ 1 വേർഡും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഏതെങ്കിലും 2 സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേര്. അപ്പോൾ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൈകുണ്ഠസ്വാമികൾ എഴുതാം. വൈകുണ്ഠസ്വാമികളുടെ മൂവ്മെന്റ് ഏതാടാ, സമത്വ സമാജമാണ്. അഖില തിരുട്ടും അരുൾ നൂലുമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. പിന്നെ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിനെ എഴുതാം. ശ്രീനാരായണ ഗുരു എന്താണ്, ശ്രീനാരായണ ധർമ്മ
പരിപാലന യോഗത്തിന് എന്താണ് ഫൗണ്ടറാണ് ആര്? ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കട്ടോ. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജമാണ്, ശ്രീനാരായണ ഗുരു SNDP ആണ്, ചട്ടമ്പി സ്വാമികളുണ്ട്, അയ്യങ്കാളുടെ ഏതാണ് സാധുജന പരിപാലന സംഘമാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാ ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ബടാനന്ദൻ ഏതാണ് ആത്മവിദ്യാ സംഘം. അപ്പോൾ ഈ ആളുകളുടെ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കും. പിന്നെ തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും. അതായത് അന്നത്തെ കാലത്ത് എന്താണ്, ലോവർ കാസ്റ്റ് പെട്ട ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ആ അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന 2 സത്യാഗ്രഹങ്ങളാണ് ഇതൊക്കെ, വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. അതിന് ഫലമായിട്ട് 1936 1936 നവംബർ 12 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ദ രാജ ഓഫ് ട്രാവൻകൂർ ഇഷ്യൂഡ് ദ ഫേമസ് ടെമ്പിൾ പ്രോക്ലമേഷൻ. അതായത് എന്താണ്, പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് എല്ലാ അന്നത്തെ കാലത്ത് എന്താണ്, ലോവർ കാസ്റ്റ് പെട്ട ആളുകൾക്കൊന്നും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ആ നിയന്ത്രണങ്ങളും ആ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ആരൊഴിവാക്കി? ശ്രീ ചിത്ര തിരുനാൾ ബലരാമവർമ്മ എന്ത് ചെയ്യാണ്? ഒഴിവാക്കുകയാണ്. സോ ഈ ഒരു പ്രോക്ലമേഷൻ, അതായത് അന്നത്തെ കാലത്ത് നിന്നാണ് ഇന്ത്യയിൽ പോലും ഇങ്ങനത്തെ ഒരു പ്രോക്ലമേഷൻ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ എന്താ, ഇറ്റ് ഈസ് ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്, അല്ലെങ്കിൽ എന്താണ് ചാർട്ടർ ഓഫ് സ്പിരിച്വൽ എംകനേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതായത് എന്താണ്, അന്നത്തെ കാലത്തെ ഏറ്റവും, ഇന്ത്യയിൽ പോലും എന്താണ് ലോവർ കാസ്റ്റ് പെട്ട ആളുകൾക്ക് എന്താണ് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. സോ അവിടെയാണ് കേരളത്തിൽ എന്താണ് ഇങ്ങനത്തെ ഒരു ഭയങ്കര ഒരു റിനൈസൻസ് ആയിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം അവിടെ നടത്തിയത്. അതുകൊണ്ട് ഗാന്ധിജിനെ എന്ത് വിളിച്ചു? ആധുനിക കാലത്ത് അത്ഭുതം എന്ന് വിളിച്ചു. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഈ ട്രാവൻകൂറിൽ ഇത് നടന്നപ്പോൾ അതിനുശേഷം എന്താണ്, കൊച്ചിയിലും മലബാറിലും ഒക്കെ എന്ത് ചെയ്യാൻ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ കുണ്ട്ര പ്രോക്ലമേഷൻ എക്സാമിന് 2 മാർക്ക് ചോദിക്കാറുണ്ട്. ആരാ കുണ്ട്ര പ്രോക്ലമേഷൻ നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് അല്ലേ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അതായത് വേലുത്തമ്പി ദളവ എന്ത് ചെയ്യാണ്, ട്രാവൻകൂറിലെ ദിവാനായിരുന്നു ആ ഒരു വേലുത്തമ്പി. ആ വേലുത്തമ്പി ആക്രമിക്കാനായിട്ട് ആര് വന്നു? ബ്രിട്ടീഷുകാർ വന്നപ്പോൾ 1809 ജനുവരിയിൽ കുണ്ടറയിലെത്തി അദ്ദേഹം എന്ത് ചെയ്യാണ്, ജനങ്ങളോട് ഒരു വിളംബരം നടത്തണം. എന്താ വിളംബരത്തിൽ പറഞ്ഞത്? അതായത് എന്താണ് പറഞ്ഞത്, സപ്പോർട്ട് അല്ലെ. അതായത് എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളൊക്കെ ആരെ സപ്പോർട്ട് ചെയ്യണം? വേലുത്തമ്പിയെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ശ്രദ്ധിക്കണം, എന്താ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ എന്താണ് ജനങ്ങളൊക്കെ ആരെ സപ്പോർട്ട് ചെയ്യണം? വേലുത്തമ്പിയെ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വിളംബരത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കുണ്ട്ര പ്രോക്ലമേഷൻ അഥവാ കുണ്ടറ വിളംബരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതിന് പുറമെ എന്ത് ചെയ്യാം, ക്രോണോളജിക്കൽ ഓർഡർ ശ്രദ്ധിക്കണം. ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ക്രോണോളജിക്കൽ ഓർഡർ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കാണണം. ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ഒരു വീഡിയോ എന്താണ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, കാണണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ശ്രദ്ധിക്കണം, പഠിച്ചു വെക്കണം. ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ഒരു വീഡിയോ എന്താണ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. ഓക്കെ, യെസ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. 15th ചാപ്റ്റർ എന്താണ്, ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കും. മാപ്പ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ചോദിക്കും. അതിനൊക്കെ വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും മക്കളെ. ബൈ.